ഗ്രേറ്റർ കലേഷ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് മൂവിയാണ്. അതായത് ഒരു ഷോർട്ട് ഫിലിം 52 മിനിറ്റ് നീളമുള്ള നെറ്റ്ഫ്ലിക്സിൽ റിലീസായതാണ്. അതായത് 17-ാം തീയതിയാണ് ദീപാവലിക്ക്. കാരണം അവരുടെ ഒരു അവസാനത്തെ ദീപാവലി എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാരും മരിക്കാൻ പോകുന്നുമല്ല. സോ ഈ ഒരു അഹാസിനയുടെ ക്യാരക്ടർ ബാംഗ്ലൂരിൽ നിന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ, ദീപാവലിക്ക് സർപ്രൈസ് കൊടുക്കാനാണ് വരുന്നത്. പക്ഷേ സ്വയം സർപ്രൈസ് ആവുകയാണ് തിരിച്ച്. അത് കൗണ്ടർ ഫയർ ചെയ്യാൻ കാരണം തന്നെ അവരുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇത് അവസാനത്തെ ദീപാവലിയാണെന്ന് പറയാൻ തന്നെ കാരണം ഈ ഒരു സിനിമയിൽ അവരുടെ വീട് അവരുടെ കൈവിട്ട് പോവുകയാണ്. സോ ആ ഒരു ദീപാവലി എങ്ങനെ പോയാലും ആ ഒരു ഫാമിലിക്ക് മെമ്മറബിൾ ആക്കിയേ പറ്റും. അവരുടെ ഫാമിലിയിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഈ അഹാസിനയുടെ ക്യാരക്ടർ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് 52 മിനിറ്റ് ഷോർട്ട് ഫിലിമിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നല്ല ഇൻറ്റൻഷൻസ് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ദീപാവലിക്ക് കാണാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് ഷോർട്ട് മൂവി എടുക്കുക, അതിൽ ഫാമിലി, ഫീൽ ഗുഡ്, അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ കൊണ്ടുവരിക. സോ അതിൽ പ്രശ്നങ്ങളില്ലാത്ത ഫാമിലിയില്ല, അങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ്. പക്ഷേ എന്നാലും അത് എങ്ങനെയാണ് മെമ്മറബിൾ ആകുന്നത്? ആ ഒരു ദീപാവലി മെമ്മറബിൾ ആക്കണം. കുറേ പ്രശ്നങ്ങളുള്ള ഫാമിലി എന്ന് പറയാൻ തന്നെ കാരണം അച്ഛൻ ഒത്തിരി പ്രശ്നങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒരു വീട് കൈവിട്ട് പോകാൻ പോകുന്ന സമയത്ത് ഇവരുടെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്, അതിൽ നിന്ന് ഇവർ ആ ഒരു സന്തോഷം കണ്ടെത്തുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പല പല പോയിൻറ്റ്സാണ് ഈ മൂവി പറയുന്നത്. സോ ഒരു ഷോർട്ട് മൂവി 52 മിനിറ്റ്സ് നീളമുണ്ട് എന്ന് കാണാമെന്ന് വിചാരിച്ചാൽ പോലും ഈ ഒരു മൂവിയുടെ ആ ഒരു പേസിങ് നല്ല രീതിയിലൊരു പ്രോബ്ലമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ നീളമുള്ള രീതിയിലാണ് ഈ ഒരു ഷോർട്ട് മൂവിയുടെ മേക്കിംഗ് പോകുന്നത്. സോ ഒരു അഹാസ് തന്നെയാണ് ഒരു നോൺ ഫേസ് കണ്ടിട്ടുള്ളത് ഈ ഒരു മൂവിയിൽ. കാരണം ഈ ഒരു പല കൈൻഡ് ഓഫ് വെബ് സീരീസ്, കോട്ട ഫാക്ടറി, അങ്ങനെ പല വെബ് സീരീസിൽ കണ്ട ഒരു മുഖമാണ് അഹാസ് ചെന്നയുടേത്. സോ അങ്ങനെയുള്ള ഒരു ആക്ട്രസിൻ്റെ പെർഫോമൻസ് നോക്കിയാലും ഒരു ബാക്കിയുള്ള അമ്മ, അച്ഛൻ, അനിയൻ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കിയാലും എല്ലാം തന്നെ ഓക്കെയാണ്. പക്ഷേ എന്നാലും സിനിമയിലുള്ള കണ്ടൻറ്റും പറയാൻ വന്ന കാര്യങ്ങളൊക്കെ ആ ഒരു 52 മിനിറ്റിൽ പറയാനുള്ള ആ ഒരു റഷ്യും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ക്ലൈമാക്സ് ആണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. സിനിമയുടെ ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് തോന്നിയത്. വേണമെങ്കിൽ കണ്ടു നോക്കാം, കണ്ടാലും നഷ്ടമില്ല, കണ്ടില്ലെങ്കിലും നഷ്ടമില്ല. അങ്ങനെയുള്ളൊരു ഷോർട്ട് മൂവിയാണ് ഈ ഒരു ഗ്രേറ്റർ കലേഷ്.